മലയാളത്തിൽ ഇപ്പോൾ എങ്ങനെയുള്ള സിനിമകളാണ് ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള? എനിക്ക് ആക്ച്വലി ആ ഒരു കാര്യം കൂടി പറയാം. നടക്കുന്നവരെ പറയുന്നതൊക്കെ പറയും. എനിക്കൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ട്. ഞാൻ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമ അതായിരിക്കും. അത് ഇപ്പോൾ ഉടനെ ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നില്ല. അതിൻ്റെ വർക്കും റീവർക്കും പരിപാടികളൊക്കെ ആയിട്ട് ആ ആർട്ടിസ്റ്റുമായിട്ട് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ വർഷം എന്തായാലും എൻ്റെയും കൂടി വർഷമായിരിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. എങ്ങനെയാണ്, ആക്ഷൻ സിനിമയാണോ അതോ കൊമേഴ്ഷ്യൽ? അത് കംപ്ലീറ്റ്ലി ഒരു മലയാളിക്കൊരു ട്രീറ്റ് ആയിരിക്കും. മാസ് എന്നുള്ളൊരു സാധനമൊന്നുമല്ല, മലയാളിക്ക് മലയാളിത്തം നിറഞ്ഞൊരു സിനിമയായിരിക്കും. അറ്റ് ദ സെയിം ടൈം എല്ലാ ചേരുവകളും ഉള്ള ഒരു വിഭവസമൃദ്ധമായ ലാലേട്ടനായിട്ട് ഇങ്ങനെ മറ്റേ എന്താ പറയുക, ഡിന്നർ കഴിക്കുന്നതും ലഞ്ച് കഴിക്കുന്നതും സ്വപ്നം കണ്ടോ? ഇല്ല. ലാലേട്ടനായിട്ട് ഒരു പടം അഭിനയിക്കും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ. ലാലേട്ടൻ മാത്രമല്ല, എല്ലാവരുമായിട്ടും അഭിനയിക്കുന്നുണ്ട്. കാരണം ഞാൻ ഫഹദുമായിട്ട് കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് ട്രാൻസ്ല. ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും ആ ഒരു ഒറ്റ ഡയലോഗിൻ്റെ ഇതാണ്. അത് എനിക്ക് ഈ ഒരു ഇന്റർവ്യൂ പറഞ്ഞത് വേറെ ഇന്റർവ്യൂ പറയാൻ പാടില്ല, അങ്ങനെ ഉണ്ടല്ലേ? ആൾക്കാർക്ക് അങ്ങനെയൊന്നുമില്ല, എല്ലാ ഇന്റർവ്യൂലും പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി SP ആണ്, സ്വയം പൊങ്ങൽ സാധനം. സി, ഞാൻ ഒരു ഡയലോഗാണ് പറയുന്നത്. ഗവൺമെന്റിന് കൊടുക്കാനുള്ള റോയൽറ്റി, ഓവർ ഹെഡ്സ് ആൻഡ് സ്റ്റിൽ വി ഹാഡ് മെയ്ഡ് എ പ്രോഫിറ്റ് ഓഫ് 250 crores എന്നുള്ള സിംഗിൾ ടേക്ക് ഓക്കെ ഡയലോഗിൽ അമലേട്ടനും അമ്പുക്കയും കൂടി രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ആ സമയത്ത് മൈക്ക് എടുത്തിട്ട് അമ്പുക്ക പറഞ്ഞു, ട്രാൻസിന്റെ ഷൂട്ടിന്റെ സമയത്താണ്, എല്ലാവരും ഉണ്ട്, ഫഹദുണ്ട്, നസ്രിയുണ്ട്, രാജേഷ് മാധവൻ ചേട്ടനുണ്ട്, അപ്പുറത്ത് ദിലീഷ് ചേട്ടനുണ്ട്, എല്ലാവരും ഉള്ള ഒരു 10-15 പേരുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് ഓർക്കണം. രതീഷ് ഡയലോഗ് ഡെലിവറി ദാറ്റ് വാസ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു. അയ്യോ, അപ്പം കിട്ടിയൊരു സാധനമുണ്ട്. അപ്പം അതുപോലുള്ള എക്സൈറ്റ്മെന്റ് തരുന്ന പരിപാടി JSKയിലും സംഭവിച്ചിട്ടുണ്ട്. റിലീസിന് ശേഷം അത് പറയാം. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പറയുമ്പോൾ ഒരു പഞ്ചാണത്. അതുകൊണ്ട് ട്രാൻസിന്റെ ഇടയിൽ സംഭവിച്ച ഇത് തന്നെ. പിന്നെ അമലേട്ടൻ പുള്ളിയാണ് എനിക്കിത് ബാക്കിൽ മുടിയൊക്കെ വെച്ച് കെട്ടി പോണിറ്റയിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞ അമലേട്ടനാണ്. അത് കഴിഞ്ഞ് ഈ പരിപാടി നടന്നപ്പോൾ ഇവർ രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ട് വായിക്കൂടി ഇനി റീടേക്കോ എന്തെങ്കിലും പരിപാടി അങ്ങനെ വരുമെന്ന് വിചാരിച്ച സമയത്ത് ഈ സാധനം ദാറ്റ് വാസ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വലിയ അതേക്ക് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. JSKയുടെ സെറ്റിൽ സുരേഷ് ഗോപി ചേട്ടനായിട്ടുള്ള ഒരു എങ്ങനെയുണ്ട്? വളരെ നല്ല കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല ഇതായിരുന്നു. എങ്ങനെയുണ്ട് സുരേഷ് ഗോപി ചേട്ടൻ? മറ്റേ ഞാൻ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അടുത്ത റിലീസിന് ശേഷം പറയാം. ചിലപ്പോ ആൾക്കാരെല്ലാം കൂടി ട്രോളി ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിലുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമ്മൾ അറിയുന്നുണ്ട്. പല കാര്യങ്ങളും പറയാൻ വന്നിട്ട് എൻ്റെ ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവ് ആണല്ലോ ഞാൻ. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിൽ പറയാനായിട്ട് ഇങ്ങനെ വന്നിട്ട് വേണ്ട. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മോതിരത്തിൽ പിടിക്കുന്നത് നോക്കിയാൽ മതി. അതാണ് സാധനം. സുരേഷ് ഗോപി ചേട്ടനായിട്ടുള്ള കോമ്പിനേഷൻ സീനൊക്കെ അതിനെ പറ്റി ഒന്നും പറയാനുള്ള അല്ല, വളരെ നല്ല. അത് തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് വീണ്ടും കാണണമെന്ന് ആഗ്രഹമുള്ള സാധനം. കാരണം അത് ഞാനേ അല്ല, വേറെ ഒരു സിനിമയിൽ ഞാനായിട്ടല്ല എങ്കിലും ഇത് ഒട്ടും ഞാനല്ലാത്തൊരു സാധനം. അത് എന്തെങ്കിലും പറഞ്ഞോ സുരേഷ് ആക്ടിങ് കണ്ടിട്ട്? പറഞ്ഞു പ്രകടിപ്പിച്ചു, അങ്ങനെയൊക്കെ സിറ്റുവേഷനായി. അപ്പം എന്തായാലും ഒന്നില്ലെങ്കിൽ എന്ന് പറയാ, ജനാധിപത്യം വിജയിക്കട്ടെ, അല്ലെങ്കിൽ സിനിമ വിജയിക്കട്ടെ. അതെ, അത് പറഞ്ഞപ്പോ കറക്റ്റ് സുരേഷ് ചേട്ടനാണ് സത്യമേവ ജയ. ആ സാധനമൊക്കെ എന്റെ മനസ്സിൽ പുള്ളിയല്ല, വേറൊരു ഫേസ് ഇല്ല കേട്ടോ. ഇതുപോലുള്ള സംഭവം സെൻസർ ബോർഡ് വിജയിക്കട്ടെ, ആര് വിജയിച്ചാലും സിനിമ പുറത്തിറങ്ങട്ടെ, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പറഞ്ഞ പോലെ സത്യമേവ ജയതേ. ഈ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് പറച്ചിൽ മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും കൈകടത്തലുകളാണ്. അഭിപ്രായം പറഞ്ഞതിന് പ്രശ്നമാണ്, അഭിപ്രായം ചെയ്യാൻ പോകുന്ന ഇതിലാണ്. എന്തായാലും മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാൻ അവസരം കൊടുക്കുന്ന പോലെ തന്നെ സിനിമയിലും അഭിപ്രായം പറയാൻ അവസരം കൊടുക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും
വീണ്ടും രതീഷ് കൃഷ്ണൻ, കൃഷ്ണൻ, ആക്ടർ കൃഷ്, രതീഷ് കൃഷ്ണൻ, കൃഷ്ണൻ അല്ല കൃഷ്ണൻ. ഓക്കെ, താങ്ക് യു. മൊത്തത്തി പൊളി. കൃഷ്, ശരി. താങ്ക്സ്.